കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത പ്രവൃത്തി ഉദ്ഘാടനം ഓഗസ്റ്റ് 31-ന് ആനക്കാംപൊയിൽ സെന്റ് മേരീസ് സ്കൂൾ ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിക്കുക. ഉദ്ഘാടന ചടങ്ങ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി 501 അംഗ സംഘാടക സമിതിയെ രൂപീകരിക്കുകയും ചെയ്തു. തുരങ്കപാത പ്രവൃത്തി ഉദ്ഘാടനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ഇന്നലെ വൈകിട്ട് ആനക്കാംപൊയിൽ പാരിഷ് ഹാളിൽ ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. തുരങ്കപാത ജനങ്ങളുടെ നൂറ്റാണ്ടുകളായുള്ള ആവശ്യമാണെന്നും പദ്ധതിയെ തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും അതിജീവിച്ച് പ്രവൃത്തി ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണെന്നും MLA പറഞ്ഞു. മുഖ്യമന്ത്രി നേരിട്ട് അവലോകനം ചെയ്യുന്ന 30 പദ്ധതികളിലൊന്നാണ് തുരങ്കപാത പദ്ധതി. 10,000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു ബൃഹത്തായ നാടിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന പദ്ധതിയാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. എല്ലാ പഞ്ചായത്തുകളിലും അനുബന്ധ പരിപാടികൾ ഉൾപ്പെടെ വിളംബര ഘോഷയാത്രകൾ ഉൾപ്പെടെ നടത്തി ഒരു വലിയ ജനകീയ ഉത്സവമാക്കി ഈ ഉദ്ഘാടന ചടങ്ങിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത്. ലിൻഡോ ജോസഫ് MLA ചെയർമാനും T വിശ്വനാഥൻ കൺവീനറുമായ 501 അംഗ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. 13 സബ് കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട്. വയനാട് മേപ്പാടിയിൽ അവസാനിക്കുന്ന തുരങ്കപാത വയനാട്ടിലേക്കുള്ള ടൂറിസം സാധ്യതകളും വർദ്ധിപ്പിക്കുമെന്നാണ് കരുതുന്നത്. വയനാട്ടിലേക്കുള്ള ബദൽ പാത എന്ന നിലയിൽ കൂടി തുരങ്കപാതയെ ഉപയോഗപ്പെടുത്താനാകും. ന്യൂസ് മലയാളം, കോഴിക്കോട്.